എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആർത്തി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചന്ദ്രേഷ്. നമുക്കിന്ന് അധികം പൂക്കളൊന്നും കാണിക്കാനായിട്ടില്ല. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ വേറൊരു കാര്യം കാണിക്കാനാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പമ്പ് കഴിഞ്ഞ ദിവസം കംപ്ലൈൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, സ്പ്രെയർ. അപ്പോൾ ഞാൻ പുതിയൊരു പമ്പ് സ്പ്രെയർ വാങ്ങിയിരുന്നു. അത് ഇന്നലെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നേരത്തെ സ്പ്രെയർ എല്ലാവരും ചോദിക്കാറുണ്ട് എത്രയാണ് അളവ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അത് നിങ്ങളെങ്ങോട്ടുകൂടെ ഒന്ന് കാണിക്കാം. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ അതാണ് ഞാനിന്ന് ഉദ്ദേശിച്ചത്. നമുക്കത് ജസ്റ്റ് ഒന്ന് കാണാം. ഇത് നമ്മൾ വാങ്ങിയിരിക്കുന്ന ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഇന്നലെയാണ് നമുക്ക് ഇതിവിടെ കിട്ടിയത്. അപ്പം നമുക്കത് പൊട്ടിച്ചിട്ട് നിങ്ങളെ ഞാനത് കാണിക്കാം. ഞാനും കണ്ടില്ല കേട്ടോ. ആ സെയിൽ അതുപോലെ ഇരിക്കുകയാണ്. സാധാരണ കിട്ടിയ അന്നേരം ഞാൻ വൈകുന്നേരം ഇതൊക്കെ പൊട്ടിച്ച് നോക്കുന്നതാണ്. നമുക്കറിയാമല്ലോ, എന്തൊരു സാധനം കിട്ടുന്നത് നമുക്കൊരു ആകാംക്ഷ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും നമ്മൾ ഉദ്ദേശിച്ച പോലാണോ. പക്ഷെ ഞാൻ ഓർത്തു വേണ്ട, ഇത് എല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പം നിങ്ങളെയും കൂടെ കാണിച്ച് നിങ്ങളുടെ മുന്നിൽ വെച്ചത് പൊട്ടിക്കാമെന്നാണ് ഞാൻ ഓർത്തത്. ഈ കാർട്ടൺ ബോക്സിനകത്ത് വേറൊരു കാർട്ടൺ ബോക്സിനകത്താണ് നമ്മളുടെ ഈ പമ്പ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. പാക്കിംഗ് ഒക്കെ വളരെ നല്ല പാക്കിംഗ് ആണ്. ഇത് സൂപ്പർ ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര്. പ്രഷർ സ്പ്രെയർ. ഇത് 8 ലിറ്ററാണ് കപ്പാസിറ്റി കേട്ടോ. നേരത്തെ നമ്മളുടെ സ്പ്രെയർ എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തിന് ഏതായാലും വാങ്ങിക്കുമ്പം ചെടികൾ കൂടുതലുണ്ടല്ലോ, നമുക്ക് ഇച്ചിരിയും കൂടെ വലിയൊരു സ്പ്രെയർ വാങ്ങിക്കാമെന്ന് ഓർത്താണ് ഞാൻ ഈ 8 ലിറ്ററിലേക്ക് പോയത്. ഇതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 3999 പക്ഷെ നമുക്ക് ഇതിനായ കോസ്റ്റ് എന്ന് പറയുന്നത് 820 രൂപയായുള്ളൂ കേട്ടോ. എന്തോ ഓഫറൊക്കെയാണ് അവർ പറഞ്ഞത്. 820 രൂപയ്ക്കാണ് നമുക്ക് ഈ സ്പ്രെയർ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പമ്പ് കണ്ടിട്ട് അടിപൊളിയാണല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇത് 8 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ നമുക്ക് ഇവിടെ മെഷറിങ് എല്ലാം ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ 8 ലിറ്റർ തന്നെ ഫുൾ എപ്പോഴും എടുക്കണമെന്നില്ല. അഥവാ 8 ലിറ്റർ എടുക്കുക, അല്ലെങ്കിൽ മാക്സിമം ഫുൾ എന്ന് പറഞ്ഞ് ഈ ഒരു മെഷറിങ് ലെവൽ കൊടുത്തിട്ടുണ്ട്. ആ ലെവൽ വരെ നമ്മൾ എടുക്കാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഫെർട്ടിലൈസറും വെള്ളവും എല്ലാം കൂടെ ചേർത്ത് ഈ ഒരു ലെവലിലേ വരാവുള്ളൂ. ബാക്കി എത്രയും സ്പേസ് നമ്മൾ വിട്ടേക്കുന്നത് വെച്ചാൽ നമ്മൾ പ്രഷർ ചെയ്യുമ്പം പമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ എയർ ഇതിനകത്ത് കിടന്നാലേ നമുക്കത് പറ്റുള്ളൂ. ഫുൾ ആരും ആക്കരുത്. അപ്പോൾ അളവും കൂടിപ്പോൾ നമുക്ക് പാടായിരിക്കും. അപ്പോൾ ഈ ഒരു ലെവലിലേ നമ്മളിത് എടുക്കാവുള്ളൂ. കുറവ് എത്ര വെള്ളം നമുക്ക് എടുക്കാം. 1 ലിറ്റർ മുതലാണ് ഇതിൻ്റെ ആ മെഷറിങ് സ്റ്റാർട്ട് ആകുന്നത്, 8 ലിറ്റർ വരെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഒറ്റയടിക്ക് നമ്മുടെ പ്ലാന്റിനെല്ലാം വളം കൊടുക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് പിന്നെ ഞാൻ 2-3 ദിവസം കൊണ്ടാണ് ഞാൻ കൊടുത്തു തീർക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് പ്ലാന്റിന് നമ്മുടെ ആ ഫെർട്ടിലൈസർ, അത് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കാനുണ്ട്. നമുക്ക് ഇന്ന് ഈ പമ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണം, ഒന്ന് എന്താ പറയുക, ഉദ്ഘാടനം ചെയ്യണ്ടേ. ഇതൊക്കെയുണ്ട്. ഇതുവഴിയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യാം അല്ലേ. അപ്പം ഞാൻ ഇതിനുള്ള വേണ്ട സാധനങ്ങളൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നത് നമുക്കൊരു 2 ലിറ്റർ വേണ്ട, 3 ലിറ്ററിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് കേട്ടോ. നമുക്ക് ഈ 3 ലിറ്റർ വരെയുള്ള ഇതിനെ അടിക്കാൻ അത് തികയും. അപ്പം നമുക്ക് അത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് നമുക്ക് സ്പ്രേ ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. ഇപ്പം നമ്മുടെ ഈ സ്പ്രെയറിൽ ഞാൻ വളം ഇട്ട് വെള്ളമൊക്കെ മിക്സ് ചെയ്തു. ഇപ്പം കണ്ടല്ലോ, അളവ് 3 ലിറ്റർ. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ഇതിൻ്റെ ഒരു വ്യത്യാസം കണ്ടല്ലോ. ഇവിടം വരെയാണ് നമ്മുടെ 3 ലിറ്റർ. അപ്പം ഇനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ പ്ലാന്റ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. വരൂ, നമുക്കിതൊന്ന് സ്പ്രേ ചെയ്യാം. പിന്നെ ഓർത്തോണം, പ്ലാന്റ് എപ്പോഴും നനച്ചിട്ട് നമ്മുടെ വളം സ്പ്രേ ചെയ്യാവുള്ളൂ കേട്ടോ. ഇതൊക്കെ പ്രത്യേകിച്ച് ഷെയ്ഡിലിരിക്കുന്നത്. ഇന്നലെ ഒന്നും ഇവിടെ മഴയില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് ശ്രദ്ധിച്ചോണം. കൊള്ളാം, നല്ല രീതിയിൽ നമ്മുടെ ഇതിന് സ്പ്രേ ആകുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല രീതിയിൽ ഉഷാറാകുന്നു. കൊള്ളാം. ഇനി ഇത് നമുക്കിത് എത്ര നാളത്തേനുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു പരിപാടി സക്സസ് ആയി. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കിനി കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെടികൾക്ക് നമ്മുടെ ഫെർട്ടിലൈസറൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നാന്ന് വെച്ചാൽ ഇത് 8 ലിറ്റർ ഉണ്ടല്ലോ, മറ്റേ 5 ഉള്ളായിരുന്നു. അപ്പം ചെടി കൂടുതലുള്ളവർ സ്പ്രെയർ വാങ്ങിക്കുമ്പോൾ അത് നോക്കി വാങ്ങിക്കുക. നല്ല സ്പ്രെയറാണ്, നല്ല കമ്പനിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ കിട്ടി നമുക്ക് വീണ്ടും കാണാം.